നമുക്ക് എല്ലാവർക്കും പറ്റിയ ഒരു അബദ്ധം എന്താണെന്നാൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ 1000 മെസ്സേജുകൾ അയക്കും. എന്നാൽ ഒരു മെസ്സേജിന് പോലും സുഹൃത്ത് റിപ്ലൈ നൽകത്തേയില്ല. എന്നാൽ അവൻ നമുക്കൊരു മെസ്സേജ് അയച്ചാൽ നമ്മൾ ഉടൻ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവന് റിപ്ലൈ നൽകുന്നതാണ്. അപ്പോൾ ആ ഒരു സുഹൃത്ത് വിചാരിക്കുന്നത് എന്താണെന്നാൽ നിങ്ങൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിലാണോ എന്ന് തെളിയിക്കുന്ന 5 സൈനുമായാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്ത് 2 മാസത്തിന് ശേഷം നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു, അതും വാട്സപ്പിൽ. അതേ സമയത്ത് തന്നെ നിങ്ങൾ തിരിച്ച് റിപ്ലൈ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിങ്ങൾ ധാരാളം വീഡിയോയും ഫോട്ടോയും ഒക്കെ കാണാറുണ്ട്. പലതിനും നിങ്ങൾ ലൈക്ക് കൊടുക്കാറുമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആരും നിങ്ങൾക്ക് ലൈക്ക് നൽകാത്തത്? അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിക്കാറുണ്ടോ? നമ്മുടെ സുഹൃത്തുക്കൾക്കും അടുപ്പമുള്ളവർക്കുമൊക്കെയാണ് നമ്മൾ കൂടുതൽ ലൈക്ക് നൽകാറ്, അതും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ. നമ്മൾ ഓരോ വീഡിയോയ്ക്കും ഓരോ ഫോട്ടോയ്ക്കും ഓരോ പോസ്റ്റിനും ഒക്കെ ലൈക്ക് നൽകുമ്പോൾ അവർക്കത് വലിയ സന്തോഷമാകും എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാറ്. പക്ഷെ അവരുടെ മനസ്സിൽ നമ്മളോടുള്ള വികാരം എന്താണെന്നാൽ അവർ ഓരോ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴും അവർ ഓരോ സ്റ്റോറി ഇടുമ്പോഴും നമ്മൾ സ്ഥിരമായി ലൈക്ക് നൽകുമ്പോൾ അവർ കരുതുന്നത് അവരെ നമ്മൾ കൂടുതൽ വിലമതിക്കുന്നു എന്നല്ല, അവരിൽ നമ്മൾ അടിമകളായി എന്നാണ് അവർ കരുതുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ആദ്യമായി ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ട് നമുക്ക് വളരെ ഇഷ്ടമാകുന്നു. ആ പെൺകുട്ടിക്ക് നമ്മൾ ലൈക്ക് നൽകുന്നു. ആ ലൈക്ക് സ്ഥിരമാകുന്നു. ആ കുട്ടി സ്ഥിരമായി പോസ്റ്റുകൾ ഇടുന്നു, സ്റ്റോറികൾ ഇടുന്നു. അതെല്ലാത്തിനും നമ്മൾ സ്ഥിരമായി തന്നെ ലൈക്ക് നൽകുന്നു, കമന്റ് നൽകുന്നു. പക്ഷേ ഒരു കമന്റിന് പോലും ആ പെൺകുട്ടി റിപ്ലൈ തന്നിട്ടേ ഇല്ല. എന്നാൽ നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ഇടുകയോ ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ പോലും ആ പെൺകുട്ടി കമന്റ് തരികയോ ഒരു ലൈക്ക് തരികയോ പോലും ചെയ്യില്ല. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് തന്നെ പറയുന്നത്. നമ്മൾ ആ പെൺകുട്ടിയുടെ ആരാധകരായി എന്നാണ് ആ ഒരു പെൺകുട്ടി കരുതുന്നത്. ആ ഒരു കരുതൽ വളരെ മോശം തന്നെയാണ്. മറ്റുള്ള ആൺകുട്ടികളെ പോലെ തന്നെയാണ് ഈ ഒരു പെൺകുട്ടി നമ്മളെയും കരുതുന്നത്. ഇങ്ങനെ സ്ഥിരമായി ലൈക്കും കമന്റും നൽകുമ്പോൾ ആ പെൺകുട്ടി നമ്മളെ ഒരു മോശക്കാരനായി മാത്രമാണ് കാണുന്നത്. ഒരിക്കലും ഒരു നല്ല വ്യക്തിയായി കാണുകയില്ല. നമ്മൾ തന്നെ അവരുടെ സ്ഥാനത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലാകും. നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോയ്ക്ക് സ്ഥിരമായി ലൈക്കും കമന്റും നൽകുകയാണെങ്കിൽ അത് ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യൂ. നിങ്ങളുടെ വ്യക്തിത്വം എന്താണെന്നുള്ളത് അത് നല്ല രീതിയിൽ തന്നെ നിലനിർത്തൂ. നമുക്ക് എല്ലാവർക്കും പറ്റിയ ഒരു അബദ്ധം എന്താണെന്നാൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ 1000 മെസ്സേജുകൾ അയക്കും. എന്നാൽ ഒരു മെസ്സേജിന് പോലും സുഹൃത്ത് റിപ്ലൈ നൽകത്തേയില്ല. എന്നാൽ അവൻ നമുക്കൊരു മെസ്സേജ് അയച്ചാൽ നമ്മൾ ഉടൻ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവന് റിപ്ലൈ നൽകുന്നതാണ്. അപ്പോൾ ആ ഒരു സുഹൃത്ത് വിചാരിക്കുന്നത് എന്താണെന്നാൽ നമ്മൾ ഒരു ജോലിയും ഇല്ലാതെ ഒരു പണിയും ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവൻ മെസ്സേജ് അയച്ച ഉടൻ തന്നെ അവന് റിപ്ലൈ നൽകിയതെന്ന്. സത്യം പറഞ്ഞാൽ അവനോടുള്ള സ്നേഹം കൊണ്ടും അവനോടുള്ള സൗഹൃദം കൊണ്ടും അവനോടുള്ള സാഹോദര്യം കൊണ്ടുമാണ് നമ്മൾ അവൻ അയച്ച മെസ്സേജിന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റിപ്ലൈ നൽകിയത്. പക്ഷെ അവൻ ചിന്തിക്കുന്നത് അത് നെഗറ്റീവായി തന്നെയാണ്. അതും നമ്മുടെ വ്യക്തിത്വത്തിന് നല്ല രീതിയിൽ ബാധിക്കുന്നു. അതുകൊണ്ട് അതും നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് മിനിറ്റുകളോ മണിക്കൂറുകളോ എടുത്തതിന് ശേഷം ആവശ്യമുള്ള മെസ്സേജ് ആണെങ്കിൽ മാത്രം അതിന് റിപ്ലൈ നൽകുക. ചില സൗഹൃദങ്ങൾ നമ്മെ നന്മയിലേക്ക് നയിക്കുന്നു. എന്നാൽ നമ്മുടെ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാത്ത സൗഹൃദങ്ങളായിക്കോട്ടെ, രക്തബന്ധങ്ങളായിക്കോട്ടെ, നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരായിക്കോട്ടെ, സത്യത്തിൽ അവരെ നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള ഒരു സത്യം. കാരണം നമ്മൾ നടക്കുമെന്ന് പ്രതീക്ഷിച്ചുള്ള ഒരു ആഗ്രഹം നമ്മുടെ അടുത്ത സുഹൃത്തിനോടോ ബന്ധുക്കളോടോ രക്തബന്ധത്തിനോടോ പോലും പറയുന്നു. പക്ഷെ അവർ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ കൊണ്ട് ഒരിക്കലും നടക്കില്ല, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല. കാരണം അവർ അവരുടെ സ്കെയിൽ കൊണ്ടാണ് നമ്മെ അളക്കുന്നത്. അവർക്കൊരിക്കലും കഴിയില്ല, അതുകൊണ്ട് നമുക്കും കഴിയില്ല. കാരണം അവർ നമ്മെ അവരെക്കാളും താഴ്ന്നവരായി മാത്രമാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മെ കൊണ്ട് കഴിയില്ല എന്നവർ മുദ്ര കുത്തുന്നത്. മനുഷ്യരെ കൊണ്ട് കഴിയാത്തതായി ലോകത്ത് ഒന്നും തന്നെയില്ല. മനസ്സ് വെച്ചാൽ മാത്രം മതി. നമ്മെ കൊണ്ട് കഴിയില്ല, നിന്നെ കൊണ്ട് നടത്തിയെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരെയാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത്. അങ്ങനെ ഒഴിവാക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വ വികസനം കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നു. നമ്മുടെ ലക്ഷ്യം നടത്തിയെടുക്കാൻ അത് കൂടുതൽ പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്നു. കാരണം അവർ നടക്കില്ല എന്ന് 1000 തവണ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് എനർജിയാണ് കടന്നുകൂടുന്നത്. പക്ഷേ നമ്മെ സ്നേഹിക്കുന്ന
നമ്മുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ 1000 നെഗറ്റീവ് എനർജികളെ വെല്ലുന്ന ഒരു പോസിറ്റീവ് എനർജിയും പുറകെ വിജയവും നമ്മളെ തേടിയെത്തുന്നു. അതുകൊണ്ട് നല്ല സൗഹൃദങ്ങൾക്ക് ചെവി കൊടുക്കൂ. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ ആദ്യം പറയുന്ന ഒരു വ്യക്തി ഉണ്ടാകും. പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് കാര്യമുണ്ടെങ്കിലും അവർ ആദ്യം നമ്മളോട് പറയുമോ? ഇല്ല. അവർക്ക് ഇഷ്ടമുള്ളവരോടായിരിക്കും അവർ ആദ്യം പറയുക. അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളും ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. കാരണം അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ ഉറപ്പായും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. നിങ്ങളെ വേണ്ടാത്തവരെ നിങ്ങൾക്കും വേണ്ട. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിക്കുകയുണ്ടായി, ഒരുപാട് നാളായി, 1 വർഷത്തോളമായി ഞാൻ ഫോൺ അഡിക്ഷനിലാണ്. കാരണം ഒരു ജോലിക്കും എനിക്ക് പോകാൻ കഴിയുന്നില്ല, ഒരു ജോലിയും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഒരു നിസ്സാര ജോലി പോലും എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്തു തീർക്കില്ല. കാരണം ഞാൻ ഫോൺ അഡിക്ഷനാണ്. എൻ്റെ കയ്യിൽ ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മണിക്കൂറുകളോളം ആ ഫോണിൽ ഇരിക്കും. ആ ഫോണിലെ കാഴ്ചകൾ കണ്ട് ആ ഫോണിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായിരിക്കും എൻ്റെ ജീവിതം. എൻ്റെ സ്വപ്നങ്ങൾ ഈ ഫോണിൽ ഒതുങ്ങിയിരിക്കുന്നു. അവൻ എന്നോട് ചോദിച്ചത് ഒരു കാര്യം മാത്രം, അവന്റെ ഫോൺ അഡിക്ഷൻ മാറാൻ എന്താണ് വഴി? ഞാൻ അവനോട് പറഞ്ഞത്, നിനക്ക് എത്ര GB വെച്ചാണ് ഡെയിലി ലഭിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ റീചാർജ് ചെയ്തത് ഡെയിലി 3 GB വെച്ചാണ്. ഞാൻ പറഞ്ഞു, അടുത്ത തവണ മുതൽ വെറും 200 MB 300 MB കിട്ടുന്ന രീതിയിൽ റീചാർജ് ചെയ്യൂ. അപ്പോൾ നിന്റെ ആവശ്യങ്ങളും കുറയും. 200 MB 300 MB വെച്ച് ഒരിക്കലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും യൂട്യൂബുകളിലും ഒക്കെ വീഡിയോ കാണാനോ മറ്റു വീഡിയോകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനോ ഗെയിമുകൾ കളിക്കാനോ ഒന്നും ലഭിക്കുന്നതല്ല, നടക്കുന്നതുമല്ല.